Watch India's largest kids library only on Jio Hotstar. Download the app now. കണ്ടില്ലേ, പത്രത്തിൽ ഒരു പരസ്യം വന്നിരിക്കുന്നു. സമ്മാനം 10 കോടിയാ. എന്റെ മകൻ എപ്പോഴും ദുഃഖത്തിലാണ്. ആരാണോ അവനെ സന്തോഷിപ്പിക്കുന്നത് അവർക്ക് 10 കോടി രൂപ സമ്മാനമായി ലഭിക്കും എന്ന് ചന്ദൻപൂരിലെ മഹാരാജാവ്. 10 കോടി രൂപ സമ്മാനോ? അതും ഒരു ചെറിയ കുട്ടിയെ ചിരിപ്പിക്കാനായിട്ടോ? എന്റെ ഗസീറ്ററാമ, ഏത് പണിയാണോ നമുക്ക് എളുപ്പമായി തോന്നുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അതെ, നിന്റെ ഈ തല്ലിപ്പൊളി ഉപദേശമൊക്കെ നീ തന്നെ വെച്ചാ മതിട്ടോ. ഞാൻ പോവാണ്. ഹോയ് ഗസീട്ടെ, ഒന്നവിടെ നിൽക്കൂ. ഞാനും വരുന്നുണ്ട് കൂടെ. നമ്മൾ രണ്ടാണെങ്കിലും ഒന്നല്ലേ? ഒരു കാര്യം ഓർക്കുക, അഥവാ രാജകുമാരനെ നിങ്ങൾക്ക് ഒരു പക്ഷെ ചിരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് സാലറി ഇല്ലാണ്ട് ഇവിടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. മഹാരാജാവേ, നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ടാട്ടോ. എനിക്ക് ആൾക്കാരെ ചിരിപ്പിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എങ്കിൽ ആരംഭിക്കട്ടെ. ഒരു കുട്ടി പൂന്തോട്ടത്തിൽ ചെന്ന് മരത്തിൽ കയറി മാങ്ങ പറിക്കായിരുന്നു. ആ നേരത്ത് പൂന്തോട്ടക്കാരൻ ആ കുട്ടീനെ കണ്ടു. അയാൾ ചോദിച്ചു, മാങ്ങ മോഷ്ടിക്കാണോ, നിനക്ക് നാണല്ലേന്ന്? ഇപ്പൊ തന്നെ നിന്റെ അച്ഛനെ കണ്ട് നീ മോഷ്ടിച്ച വിവരം ഞാൻ പറയും. അപ്പൊ കുട്ടി പറയാണ്, പൊയ്ക്കോ, വേഗം എന്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞോ. എന്റെ അച്ഛൻ എന്നെ പോലെ തന്നെ ഇവിടെ അടുത്ത മരത്തിൽ കയറി മാങ്ങ പറിച്ചോണ്ടിരിക്കയാണ്. ഇങ്ങനെയാണോ തമാശ പറയണേ? എന്താ നിങ്ങൾക്കറിയില്ലേ രാജകുമാരന് മാങ്ങ തീരെ ഇഷ്ടമല്ലെന്ന്? നിക്ക് മഹാരാജാവേ, ഞാൻ വേറൊന്ന് പറയാം. ഒരു കുട്ടി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവന്റെ കൂട്ടുകാരൻ വന്ന് ചോദിച്ചു, എടാ നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അപ്പൊ അവൻ പറഞ്ഞു അവന്റെ ഇളയ സഹോദരന് കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ കൂട്ടുകാരൻ പറയുക, നിനക്ക് കത്തൊക്കെ എഴുതാൻ അറിയാമോ എന്ന്. അപ്പോ അവൻ പറയുക, അവന്റെ ഇളയ സഹോദരന് വായിക്കാൻ അറിയില്ലെന്ന്. നിങ്ങൾക്കിതും അറിയില്ലേ രാജകുമാരന് എഴുതാനും വായിക്കാനും പോലും ഇഷ്ടമല്ലെന്ന്? നിക്കൂ മഹാരാജാവേ, ഒരു മിനിറ്റ്. ഞങ്ങളിപ്പോ ഒരു ഡാൻസ് കളിച്ച് കാണിക്കാം. ഇത് കണ്ട രാജകുമാരൻ തീർച്ചയായിട്ടും ചിരിച്ചിരിക്കും. ഡാൻസ് കളിക്കുന്നതിൽ ഞങ്ങൾക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുതുമ്പു വെള്ളം. ഇവരെ രണ്ടുപേരും ബന്ദികളാക്കൂ. ഇനി നിങ്ങൾ രണ്ടുപേരും ജീവിതകാലം മുഴുവനും ഇവിടെ ജോലി ചെയ്യുന്നതായിരിക്കും. അതും 1 രൂപ പോലും സാലറി ഇല്ലാതെ. മോട്ടുവിനെ പത്ലുവിനെ എത്രയും പെട്ടെന്ന് ഫോൺ വിളിക്കുന്നങ്ങ്. അവര് വന്നാലേ നമ്മളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. ബോസ് 10 കോടി നമുക്ക് ഇങ്ങനെ പുറകെ നിന്നാ കിട്ടില്ല, മുന്നിൽ പോയി നിന്നാലേ കിട്ടൂ. രാജകുമാരനെ ചിരിപ്പിക്കാൻ പറ്റിയാലേ നമുക്കത് കിട്ടൂ. ആദ്യം നമ്മൾ കാണും, കേൾക്കും, എന്നിട്ട് നമ്മളത് മനസ്സിലാക്കും. അതിനുശേഷം നമ്മള് ജോലി തുടങ്ങും. മഹാരാജാവ് നീണാൾ വാഴട്ടെ. നിങ്ങൾ ഞങ്ങളുടെ 2 കൂട്ടുകാരെ തടവിലാക്കി വെച്ചിരിക്കുന്നു. ഡോക്ടർ ജഡ്കയും പിന്നെ ഘസീട്ടാറാമും. അങ്ങ് അവരെ വെറുതെ വിടണം. അതെങ്ങനെ വെറുതെ വിടാൻ സാധിക്കും? അവര് രണ്ടുപേരും എന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ രാജകുമാരനെ ചിരിപ്പിക്കാൻ സാധിച്ചില്ല. ഇനി നിങ്ങൾ രാജകുമാരനെ ചിരിപ്പിച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ കൂടെ തിരികെ കൊണ്ടുപോകാം. അതിന്റെ കൂടെ 10 കോടി രൂപ സമ്മാനവും നേടാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തിരികെ മടങ്ങാം. ഇനി അഥവാ ഫെയിലായാൽ നിങ്ങളും ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതും സാലറി ഇല്ലാതെ. ഞാൻ അങ്ങയുടെ പുത്രനെ ഇപ്പൊ തന്നെ ചിരിപ്പിക്കാം. ഇപ്പൊ തന്നെ ഞാനത് ചെയ്തിരിക്കും. ഒരിടത്ത് പിന്നെയും ഒരിടത്ത്. ഈ മനുഷ്യന് വട്ടാന്നാ തോന്നണേ. ആദ്യം ഇയാളെ പിടിച്ച് ജയിലിലടക്ക്. അല്ലെങ്കിൽ
എന്റെ അമ്മോ, ഇത് കുട്ടിയാണോ അതോ കല്ലോണ്ടുണ്ടാക്കിയ പ്രതിമയാണോ? ഞങ്ങളൊക്കെ ചിരിച്ച് ചിരിച്ച് വട്ടായി പോയി. പക്ഷെ ഇതൊന്നും പുഞ്ചിരിക്കുന്നത് പോലും ഇല്ല. ഏയ് പ്ലീസ്, ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഒന്ന് ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ. അല്ലെങ്കിൽ എന്റെ അമ്മോ, മോട്ടു പത്ലു എന്തേലും ഒന്ന് വേഗം ചെയ്യ്. മഹാരാജാവേ, ഞങ്ങൾ അങ്ങയുടെ പുത്രനെ സന്തോഷിപ്പിച്ചോളാം. ഞങ്ങൾ അവന് വേണ്ടി മാജിക് ഷോ ചെയ്യുന്നതായിരിക്കും. ശരി, പക്ഷെ എന്റെ നിബന്ധനകൾ ഓർമ്മയുണ്ടല്ലോ. സമ്മതമാണ്. ഞങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി എന്ത് അപകടം നേരിടാനും തയ്യാറാണ്. ഇത് ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എങ്ങനെ? അതെ, ഇപ്പൊ ഞാൻ മോട്ടു പത്ലുവിന്റെ കളി ഞാൻ ആക്കിയിരിക്കും ഫെയിൽ. അതിനുശേഷം ഞാൻ രാജകുമാരനെ ചിരിപ്പിച്ചിരിക്കുക. എന്നിട്ട് 10 കോടി കരസ്ഥമാക്കുകയും ചെയ്യാം. പത്ലു, നമ്മുടെ ഷോ അടിപൊളിയായിരിക്കണം. കാണുന്നവരൊക്കെ ചിരിച്ച് ചിരിച്ച് മരിക്കണം. എന്റെ മോട്ടു, നമുക്ക് ഈ നാട്ടുകാർക്ക് മുഴുവനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. രാജകുമാരനെ ഒന്ന് ചിരിപ്പിച്ചാൽ മാത്രം മതി. ജീവിതകാലം മുഴുവനും ഇവൻ രാജാവിന്റെ അടിമയായിരിക്കും. എന്നിട്ട് രാജാവിന്റെ വീട്ടിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ബോസ്, നമ്മൾ അവനെ ചിരിപ്പിക്കുന്ന എങ്ങനെയാ? അതെ, ചിരിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ അവനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ട് പോകും. അതിന് അവന്റെ അച്ഛൻ നമുക്ക് 10 കോടി രൂപ തരും. പിന്നെ അവന്റെ അച്ഛനെ കിട്ടിയതിന്റെ സന്തോഷത്തിലുമായിരിക്കും. മാന്യ മഹാസദസ്സിന് വന്ദനം. കണ്ടോളൂ, ഇതുപോലെ ഒരു ഷോ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഉണ്ടാവില്ല. എങ്കിൽ നിങ്ങൾ കാണൂ. ആദ്യത്തെ ഷോ, ആദ്യത്തെ ഇന്ദ്രജാലം കണ്ടോളൂ. ഞാനിപ്പോൾ ഈ ചെറിയ പെട്ടിയിൽ നിന്നും എടുക്കാൻ പോകുന്നത് അതിമനോഹരമായ ഒരു പൂച്ചെണ്ടാണ്. അന്ത്രു മന്ത്രു ചറൈഡുസ്. ഈ അതിമനോഹരമായ പൂച്ചെണ്ട് കണ്ട് എല്ലാവരും സന്തോഷിക്കട്ടെ. ഉസ്. സോറി സോറി, ഇപ്രാവശ്യം എന്തായാലും ഞാൻ രസഗുല്ല എടുക്കുന്നതായിരിക്കും. സത്യം. കണ്ടോളൂ കണ്ടോളൂ, എന്റെ രണ്ടാമത്തെ ഇന്ദ്രജാലം. അന്ത്രു മന്ത്രു ചറൈഡുസ്. രാജകുമാരൻ ഈ രസഗുല്ല കഴിച്ചിന് സന്തോഷിക്കട്ടെ. ഉസ്. പിടിച്ചു നിർത്തണേ. മാജിക് ഒക്കെ അവിടെ ചെയ്ത് എനിക്കിട്ട് പണി തരുവല്ലേ? എന്നെ മണ്ണനാക്കാൻ നോക്കുവാണല്ലേ? ഇത്തവണ എങ്ങനെയെങ്കിലും വലിച്ചെടുക്കണേ, എന്നെ രക്ഷിക്കണേ. ഇതാ കണ്ടോളൂ, അടുത്ത എന്റെ ഇന്ദ്രജാലം. അന്ത്രു മന്ത്രു ചറൈഡുസ്. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു മുയലിനെ എടുത്ത് പ്രിൻസിന് കൊടുക്കാൻ പോവുകയാണ്. ഉസ്. ഒരുപാടായി. ഞാൻ മുനിസിപ്പാലിറ്റിയുടെ ചവിട്ടുകൊട്ടയാണെന്നാണ് നിങ്ങൾക്ക് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാരും കൂടി എന്റെ നെഞ്ചത്തേക്ക് കയറി വേഗിയാണല്ലേ. ഒരൊറ്റയിടത്തിന് ഞാൻ വെറുതെ ഇവിടെ പോകുന്നില്ല. മഹാരാജാവേ, നിങ്ങളുടെ ഈ കുട്ടിയുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ 10 കോടി രൂപ എന്റെ കയ്യിൽ തരണ. ആരെങ്കിലും എന്റെ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തൂ. ഇന്ന പിടിച്ചോ ജോൺ. ഓടിക്കോ. അവിടെ നിൽക്ക ജോൺ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവിടെ നിൽക്കേ. മമ്മി, രക്ഷിക്കണേ. അവിടെ നിൽക്ക. എന്റെ അമ്മോ. എന്റെ പത്തിലു വെറുമായിട്ട് എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ചെയ്. ഐഡിയ. മോട്ടു, നീ ചിന്തിക്ക്. ഐസ് റിങ്ങിൽ സ്കേറ്റിംഗ് ചെയ്യുന്നത് പോലെ.
ഇവനെ കൊണ്ടുപോകൂ. ഇന്നു മുതൽ ജീവിതകാലം മുഴുവൻ ഇവൻ എന്റെ അടിമയായിരിക്കും. ഓട്ടുപത്തിലു, നിങ്ങൾ എന്റെ മകനെ ചിരിപ്പിച്ചു, പിന്നെ അവനെ രക്ഷിക്കുകയും ചെയ്തു. നാം നിങ്ങൾക്ക് 10 കോടിയുടെ സമ്മാനം നൽകാൻ പോകുകയാണ്. പോരാതെ നിങ്ങളുടെ കൂട്ടുകാരെ ഞാൻ വെറുതെ വിടുന്നു. മഹാരാജാവേ, ഞങ്ങൾക്ക് 10 കോടിയൊന്നും വേണ്ട. പകരം ഞങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ വിട്ടയച്ചാൽ മതി, പ്ലീസ്. നിങ്ങൾ ഒരു ധീരനും ഒരു നല്ല മനുഷ്യനും കൂടെയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.